നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ചില വലിയ സ്വപ്നങ്ങൾ നിങ്ങൾ എത്ര ആഗ്രഹിച്ചിട്ടും കിട്ടാതെ പോകുന്നത്? നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ഉയർത്താൻ ആവശ്യമായ സാമ്പത്തിക അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ ഉയർന്ന ഒരു ജോലിയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉയർന്ന കരിയറിലേക്കോ പലപ്പോഴും അത് കിട്ടിയെന്ന് തോന്നിയിട്ടും അവസാന നിമിഷം തെന്നിമാറി പോകുന്നത് എന്തുകൊണ്ടാണ്? മനസ്സിലാക്കാനുള്ളത്, ഇതൊരു വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഒരു കുറവല്ല. ഇത് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. മനസ്സെന്ന് പറഞ്ഞാൽ ഉപബോധ മനസ്സ്. നമുക്ക് നല്ല ആഗ്രഹങ്ങളും ഉയർന്ന സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്, അത് കിട്ടാനുള്ള അർഹതയുണ്ടെന്ന് നമുക്കറിയാം, ക്വാളിഫിക്കേഷൻസും ഉണ്ട്. പക്ഷെ നമ്മുടെ ഉപബോധ മനസ്സിന് ഇതുവരെയുള്ള ജീവിതാനുഭവം കൊണ്ട് കിട്ടിയിരിക്കുന്ന ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കണമെന്നില്ല എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ നമുക്കൊരു ആനക്കുട്ടിയുടെ ഉദാഹരണം അറിയാം. ആനക്കുട്ടിയെ അതിന്റെ കാലിൽ ചങ്ങല ബന്ധിച്ച് അതിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തി ശീലിപ്പിച്ചാൽ അത് മുതിർന്ന് ഒരു വലിയ കരുത്തുറ്റ ഒരു ആനയായാലും ആ ചങ്ങല പൊട്ടിക്കാനുള്ള ശ്രമം അത് നടത്തില്ല. കാരണം കുട്ടിക്കാലത്ത് ഒരുപാട് ശ്രമിച്ച് പരാജയപ്പെട്ട ഓർമ്മ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് അതിന്റെ ഉള്ളിലുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരുപാട് നിഷ്കളങ്കമായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പലപ്പോഴും കിട്ടാതെ വരികയോ നിരസിക്കപ്പെടുകയോ ചെയ്ത അനുഭവങ്ങൾ ധാരാളമായി നമുക്കുണ്ട്. അങ്ങനെ ശീലിച്ച നമ്മുടെ ഉള്ള് മുതിർന്നു വരുമ്പോഴും ആ പ്രോഗ്രാമിങ്ങിൽ നിന്ന് പലപ്പോഴും വിട്ടുമാറുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് എത്ര കഴിവുണ്ടായിട്ടും എത്ര ക്വാളിഫൈഡ് ആയിട്ടും ഒരു ഉയർന്ന ജീവിതാവസ്ഥയിലേക്ക് എത്താൻ തക്ക വിധമുള്ള ഒരു കരിയറിലേക്കോ സാമ്പത്തിക അവസ്ഥയിലേക്കോ ഒന്നും എത്താത്ത വിധം ആ അവസരങ്ങൾ തെന്നിമാറിപ്പോകുന്നത്. തീർച്ചയായും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഈ മോശം രീതിയിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടു പോയ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്ത് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം നേടിയെടുക്കാൻ തക്ക വിധമുള്ള പെർഫെക്റ്റ് ആയ സബ് കോൺഷ്യസ് മൈൻഡ് പാറ്റേൺസ് നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. അതാണ് ഈ പ്രപഞ്ചശക്തി നമ്മൾ ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതിന്റെ ഒരു തുടക്കത്തിനായി ഇങ്ങനെ പറയുന്നത് ശീലമാക്കുക. ഞാൻ വലിയ അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണ്. ജീവിതത്തിൽ വളരുന്നത് എനിക്ക് സുരക്ഷിതമാണ്. താങ്ക് യു. ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ റീപ്രോഗ്രാമിങ്ങിന് ഒരു തുടക്കമായി മാറും. താങ്ക് യു.